ഈ കേസിൽ പരമാവധി ശിക്ഷ ഉറപ്പാക്കുക എന്നത് ഈ നാടിന്റെ തന്നെ ഏറ്റവും വലിയ ശരിയായിരിക്കും. ഒരുപക്ഷെ അതിൽ 3 പ്രതികളെ ഇപ്പോൾ വെറുതെ വിട്ടിട്ടുണ്ട്. മേച്ചേരിയിൽ ഹുസൈന്റെ അഭിഭാഷകൻ പറയുന്നത് നമ്മൾ കേട്ടു. 2 പ്രതികളെ നേരത്തെ കോടതി വെറുതെ വിട്ടതാണ്. 16-ാം പ്രതിയുടെ ശിക്ഷ വെറും 3 മാസമായിരുന്നു ശിക്ഷാവിധി നേരത്തെ നൽകിയിരുന്നത്. അത് ഉയർത്തിയിട്ടുണ്ട്. മധുവിന്റെ നീതി എന്നത് 2018 ഫെബ്രുവരി മുതൽ തന്നെ ഈ നാട് ഉയർത്തുന്ന ഒരു വലിയ വാദമാണ്. നമ്മുടെ ഏറ്റവും വലിയ തീരാ കളങ്കമാണ്. ഇന്നിപ്പോൾ ഇനി അല്പസമയത്തിനകം 11 മണിയായി, 1.5 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ശിക്ഷാവിധി വരും. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിലെ പ്രതികളുടെ ശിക്ഷ എത്രമാത്രം ഉയരും, അവർക്ക് ജീവപര്യന്തം ശിക്ഷയിലേക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പോകുമോ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഉത്തരം എന്തായാലും ഒരു മണിക്ക് മുൻപായി ഹൈക്കോടതിയിൽ നിന്ന് ലഭ്യമാകുകയും ചെയ്യും. 12:30-ക്ക് ഈ കേസിൽ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്ന 13 പ്രതികൾക്കും ശിക്ഷ സംബന്ധിച്ച് പറയാനുള്ളത് കേൾക്കും. അതിനുശേഷമായിരിക്കും ഓരോരുത്തർക്കും എതിരായിട്ടുള്ള ശിക്ഷാ പ്രഖ്യാപനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വരിക. ഈ കേസിലെ പ്രതികളോട് എല്ലാവരോടും ഹൈക്കോടതി ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഇവർക്ക് മേൽ പുതിയ കുറ്റം ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്, ശിക്ഷ ഉയർത്താൻ പോകുന്നു എന്ന കാര്യം വ്യക്തമായിരുന്നു. അതുതന്നെയാണ് ഇന്ന് കോടതിയിൽ നിന്ന് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്രതീക്ഷിതമായി വന്നിരിക്കുന്നത് കേസിലെ 1-ാം പ്രതിയായ ഹുസൈനെ വെറുതെ വിടാനുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നത് ഇതിൽ സാക്ഷി മൊഴികളുടെ അഭാവം തന്നെയാണ്. ഇതിൽ ഹുസൈൻ കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്പം മുമ്പ് നമ്മൾ ഹുസൈന്റെ അഭിഭാഷകർ പറഞ്ഞത് കേട്ടു. ഹുസൈൻ പ്രോസിക്യൂഷൻ എന്താണോ കോടതിയിൽ ഈ കേസ് തെളിയിക്കാൻ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം, അത് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളായിരുന്നു. അതായത് ടവർ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ഫോട്ടോകൾ, അതൊക്കെ തന്നെയാണ്. ആ ഡിജിറ്റൽ എവിഡൻസുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഹുസൈൻ ഈ കേസിൽ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല, സ്ഥലത്തുണ്ടായിരുന്നു പക്ഷേ കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞതെന്നതാണ് അവരുടെ അഭിഭാഷകർ പറയുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ അപ്പീൽ വന്നപ്പോൾ തന്നെ ഹുസൈന്റെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു നൽകി എന്നതാണ്. അതിൽ നിന്ന് തന്നെ കോടതിക്ക് ഹുസൈന്റെ ശിക്ഷ സംബന്ധിച്ച സംശയം തുടക്കം മുതൽ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷയിലേക്ക് പോകുമ്പോൾ അത് ജീവപര്യന്തത്തിലേക്ക് എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മധുവിന്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകനടക്കം ആവശ്യപ്പെട്ടത് ഇതിൽ പരമാവധി ശിക്ഷ ജീവപര്യന്തത്തിലേക്ക് പോകണമെന്ന ആവശ്യം തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ളത്. ആ കാര്യം ഹൈക്കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും ഈ കേസ് ഹൈക്കോടതി കൊണ്ട് തീരുന്നതല്ല, ഇത് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുമെന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ ഈ 1-ാം പ്രതി ചെയ്ത കുറ്റമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഹുസൈന്റെ അഭിഭാഷകൻ തന്നെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ മധു മരിക്കാൻ ഇടയാക്കിയ ആ വലിയ ചവിട്ട് അത് നടത്തിയത് ഹുസൈനാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ. പക്ഷേ ആ ഹുസൈൻ തന്നെ ഈ ചിത്രത്തിൽ ഇല്ലാത്തയാളായി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അത് സുപ്രീം കോടതിയിലേക്ക് ഈ കേസിന്റെ അപ്പീൽ പോകുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കും വരാനിരിക്കുന്നത് എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവർ സുപ്രീം കോടതിയിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുന്ന കാര്യം തീർച്ചയാണ്. ബിനിൽ, ഒരുപക്ഷെ ഒരു കേസിൽ തെളിവുകൾ പ്രതികൾ തന്നെ സൃഷ്ടിക്കുക എന്ന അപൂർവത കൂടി ഈ കേസിനുണ്ടായിരുന്നു. ആ പ്രതികൾ പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ തന്നെയായിരുന്നു ഒരു പ്രധാനപ്പെട്ട തെളിവായി മാറിയത്. സാക്ഷികൾ പലരും കൂറുമാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ കേസിന്റെ ഒരു നാൾ വഴി ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഭക്ഷണം എടുത്തു എന്ന പേരിൽ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പാവപ്പെട്ട യുവാവിനെ മർദ്ദിക്കുന്നു, അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. അത് നമ്മൾ കേരളം കേട്ടുകേൾവിയില്ലാത്ത ഒന്നായിരുന്നു. ഈ കേസ് അങ്ങനെ നോക്കുമ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, ആ ഒരു സാഹചര്യത്തിൽ ഈ കേസിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ മലയാളി സമൂഹം ഈ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. നമ്മൾ എല്ലാത്തിലും നമ്പർ 1 ആണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, അഭിമാനിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു തലകുനിച്ച് മാത്രമേ ഈ അന്നത്തെ സംഭവത്തെ ഓർക്കാൻ കഴിയൂ. 2018 ഫെബ്രുവരി 22 എന്ന് പറയുന്ന ദിവസം, അത് മലയാളികൾക്കെല്ലാം ഒരു ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, വളരെ നമുക്ക് അഭിമാനിക്കാൻ ഒട്ടുമില്ലാത്തൊരു ദിവസമായി വേണമെങ്കിൽ അതിനെ കാണാം. കാരണം അരി മോഷ്ടിച്ചു എന്ന ആ ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരു ആദിവാസി യുവാവിനെ ആൾക്കൂട്ടം പിടിച്ചുകൊണ്ടുവന്ന് വിചാരണ നടത്തി ആക്രമിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ലാത്ത ഒരു കാര്യമാണ്. എന്തായാലും കേരള സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ അധികം കാലം മുമ്പല്ലാതെ ഇത്തരത്തിലൊന്ന് സംഭവിച്ചു എന്നതാണ് നമുക്ക് ഏറ്റവും അപമാനകരമായിട്ടുള്ള കാര്യം. ആ ഒരു വസ്തുത നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെയാണ് ഈ കേസിലെ ഓരോ ഘട്ടത്തിലെയും അതിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ 24ഓളം സാക്ഷികൾ
കൂറുമാറി എന്നതാണ് ഈ കേസിന്റെ മറ്റൊരു വസ്തുത. അതായത് ഇതിന്റെ കേസ് അട്ടിമറിക്കാൻ പല തലങ്ങളിൽ ശ്രമങ്ങളുണ്ടായി. ഈ പ്രതികൾക്ക് അനുകൂലമായി സാക്ഷികൾ മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ മണ്ണാർക്കാട് പ്രത്യേക കോടതിയിൽ ഒരു വലിയ കാലത്തെ ഒരു വിചാരണ നടക്കുമ്പോൾ അത്യന്തം നാടകീയമായ സംഭവങ്ങളൊക്കെ നടന്ന ഒരു കേസാണ്. എന്തായാലും അത്തരം ഒരു കേസിൽ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ആ കുടുംബത്തിനൊരു നീതി കിട്ടുന്നു എന്ന് പറയുമ്പോൾ, അതായത് പരമാവധി ശിക്ഷയിലേക്ക് അത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ പരമാവധി ശിക്ഷയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിനൊരു നീതി എന്ന നിലയിലേക്ക് അത് വരികയും ചെയ്യും. എന്തായാലും നമുക്ക് 12:30 വരെ കാത്തിരിക്കാം. 1 മണിക്ക് മുൻപായി അന്തിമമായ ശിക്ഷാ പ്രഖ്യാപനം കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.